അപ്പൊ എന്താ പറയുന്ന പറഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിച്ചാലും ആരും ഏറ്റെടുക്കില്ല. ഗവൺമെന്റ് നമ്മളെ ഏറ്റെടുക്കില്ല. അതൊരു സിസ്റ്റമാണ്. ഇത് എന്ത് പറഞ്ഞാലും സിസ്റ്റം എന്നേ പറയുള്ളൂ. കാരണം ഞങ്ങൾക്ക് ഇത്ര പേർക്ക് ഇങ്ങനെ സംഭവിച്ചു, ഒരാളിൽ ഏറ്റെടുത്തിട്ടില്ല. അതെന്താണിത്? ഒരാൾക്ക് എന്ത് സംഭവിച്ചാലും ഇതെന്താ? ഞങ്ങള് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോണത് പൈസ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. പക്ഷെ നമ്മളിലും പോലും നമുക്കിപ്പോ 2 കാലോടെ പോയോ 1.5 കാലോടെയാണ് നമ്മൾ വരുന്നത്. അതെന്താണിത്? അപ്പൊ ഡോക്ടർമാരുടെ ചികിത്സാ പിഴവല്ലേ? അതുപോലെ ഇതുപോലെ ആത്മാർത്ഥതയോടെ നല്ലപോലെ പണിയെടുക്കുന്ന ആളുകൾക്ക് ഇതുപോലുള്ള വീഴ്ചകൾക്ക് പരിഹാരം കാണാൻ എല്ലാ ഡോക്ടർമാരെയും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറെങ്കിലും ചികിത്സാ പിഴവ് ഉണ്ടാവുന്നതാണ്. അപ്പൊ എന്തായിരിക്കും? അപ്പൊ 3 കാര്യങ്ങളാണ് പൊതുവിൽ കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നു. ഈ പറഞ്ഞ പോലെ സർക്കാർ മേഖലയെ ഇനി നമുക്ക് എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാം, അതൊരു ചോദ്യം വന്നു. പിന്നെ ഇത്തരം കാര്യങ്ങളിൽ വിക്ടിമൈസ് ആയിട്ടുള്ള ആളുകളോടുള്ള സർക്കാരിന്റെ സമീപനം, പിന്നെ മൂന്നാമതൊരു ഓൾട്ടർനേറ്റീവ്. ഇത് 3 വാചകങ്ങൾ മറുപടി പറഞ്ഞ് അവസാനിപ്പിച്ചോളാം. ഒന്ന്, ഇപ്പം കോൺഗ്രസിന്റെ പ്രതിനിധിയും മറ്റു പലരും ഒക്കെ ഉന്നയിച്ച പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു മെഡിക്കൽ കോളേജിൽ 12 വർഷം മുമ്പുള്ള ബിൽഡിംഗ് തകർന്നു വീണ് ബിന്ദു മരണപ്പെട്ടു. വളരെ നിർഭാഗ്യകരമായാണ്. നമ്മൾ ഇവരോടൊപ്പം ഉപാധിരിതമായി എങ്ങനെ നിൽക്കുന്നു അവരോടൊപ്പം അങ്ങനെ തന്നെ നിൽക്കുന്നതാണ്. പൂർണ്ണമായും വീട് നിർമ്മിച്ചു കൊടുത്തു, മകന് സർക്കാർ ജോലി ഉറപ്പാക്കി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ, അതോടൊപ്പം മാന്യമായ ഒരു കോമ്പൻസേഷൻ അവർക്ക് ഉറപ്പാക്കി. ഇതേ കാര്യം ഇവരുടെ കാര്യത്തിലും ഉണ്ടാകണമെന്ന് തന്നെയാണ് അഭിപ്രായം. ബഹുമാനിയായ ഡോക്ടർ പറഞ്ഞതുപോലെ അപ് ടു വാട്ട് എക്സ്റ്റെന്റ് എ ഹ്യൂമൻ ക്യാൻ ഡു, അത് നമ്മളെല്ലാവരും ചെയ്യുമെന്നുള്ളതുപോലെ എന്നാൽ കഴിയുന്ന കാര്യം ആ കാര്യത്തിൽ ഞാനും ചെയ്യുമെന്നാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നെ സർക്കാർ മേഖലയെ സംബന്ധിച്ച് ബഹുമാനിയനായ SK തന്നെ അതിന് മറുപടി പറഞ്ഞു. നമ്മൾ കാണേണ്ടത് ഇപ്പം നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ കേരളത്തിലെ സർക്കാർ പൊതുജനാരോഗ്യ രംഗം, ഡോക്ടർ ലാലിനെ കൂട്ടിയതാൽ UDF LDF വ്യത്യാസം ഇല്ലാതെ കേരളത്തിന്റെ ആകെ പൊതുജനാരോഗ്യ രംഗം ഈ സമയത്ത് നമ്മളോട് തിരിച്ച് പ്രതികരിച്ചത് എങ്ങനെയാണ്? ഒന്ന്, ലോകത്ത് മനുഷ്യനും മരണവും തമ്മിൽ മുഖാമുഖ യുദ്ധത്തിൽ ഏർപ്പെട്ട കാലമായിരുന്നു കോവിഡ്. എന്തായിരുന്നു? ഡൽഹി നമ്മുടെ RML ഏറ്റവും മികച്ച ഇന്ത്യയിലെ സർക്കാർ ആശുപത്രിയാണെന്ന് തർക്കം ഉണ്ടാവില്ല. 34 പേരാണ് ഒറ്റ ദിവസം ഓക്സിജൻ കിട്ടാതെ മരിച്ചത്. കോവിഡിന്റെ നീക്കിബാക്കി എന്തായിരുന്നു? US-ലായിരുന്നു ഏറ്റവും കൂടുതൽ മരണം ഉണ്ടായിരുന്നത്. എന്തായിരുന്നു? ഹിന്ദു കേരളത്തെക്കുറിച്ച് വാർത്ത ചെയ്തത്, എ സിംഗിൾ സ്റ്റേറ്റ് വിത്ത് സർപ്ലസ് ഓക്സിജൻ. പ്രാണവായു കിട്ടാതെ ഒരാൾ പോലും മരിച്ചില്ല എന്ന് മാത്രമല്ല, മിച്ചം പ്രാണവായു ഉൽപ്പാദിപ്പിച്ച് ഇതര ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് സംഭാവന ചെയ്ത ഒരേ ഒരു ആരോഗ്യരംഗം കേരളത്തിൻ്റെതാണ്. എന്തായിരുന്നു? അമീബിക് മസ്തിഷ്ക ജ്വരം. ഉറപ്പായിട്ടും മോർട്ടാലിറ്റി റേറ്റ് എനിക്ക് തോന്നുന്നു 95% എബോവാണ്. US-ന്റെയും കേരളത്തിന്റെ അനുഭവം എടുക്കുക. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് എത്ര പേരെ മെഡിക്കൽ കോളേജിൽ നിന്ന് നമ്മൾ കൈപിടിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. US-ലില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതൊക്കെ സാധ്യമാക്കിയ, എല്ലാവരുടെയും പ്രയത്നഫലമായി സാധ്യമാക്കിയ പൊതുജനാരോഗ്യ രംഗത്തെ ഭയത്തോടെ കാണേണ്ടതില്ല. അത് തെറ്റിദ്ധാരണയാണ്. 3, ഇതിന്റെ പകരം അത് ഇവിടെ പറഞ്ഞതുപോലെ നമുക്ക് നല്ല പോസ്റ്റിംഗ് ഉണ്ടാവണം, പോസ്റ്റ് ക്രിയേഷൻ ഉണ്ടാവണം, ഒക്കെ ഉണ്ടാവണം. ഒറ്റ വാചകമേ ഉള്ളൂ, സർക്കാർ ആശുപത്രിയിൽ ജനിച്ച് സർക്കാർ കോളേജിൽ പഠിച്ച് സർക്കാർ ജോലി ചെയ്ത് സർക്കാർ ആശുപത്രിയിൽ മരിച്ചു കൊള്ളാം എന്ന് ഒരു പരിപാടി ഇവിടെ നടക്കില്ല എന്ന് തീരുമാനിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്ത രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. അവരുടെ തെറ്റായ സമീപനം കേരളത്തിൽ ലെഫ്റ്റിന്റെ കാലയളവിൽ ഉണ്ടാകില്ല എന്ന ഉറപ്പാണ് എനിക്ക് അക്കാര്യത്തിൽ അങ്ങോട്ട് പ്രതികരിക്കാനുള്ളത്, അവസാനിപ്പിക്കാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.